ഉപ്പുതറയിലെ ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പഴയ പ്രതാപം തിരിച്ചെത്തി സിവിൽ സർജൻ ചാർജ് എടുത്തത് 2 മാസം പിന്നിട്ടതോടെ കിടത്തി ചികിത്സയും ആരംഭിച്ചു. 2024 ഒക്ടോബർ 4 നിലച്ച കിടത്തി ചികിത്സയാണ് ഇന്നു മുതൽ പുനരാരംഭിച്ചത്. ഈ നടപടി തോട്ടം ആദിവാസി മേഖലയിലുള്ളവർക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. ബ്ലോക്ക് CHC പതിവ് നഷ്ടമായതിന്റെ ഭാഗമായി 2024 ഒക്ടോബർ 4 അന്നുണ്ടായിരുന്ന സിവിൽ സർജൻ സ്ഥലം മാറ്റം വാങ്ങി പോയതോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയത്. ബ്ലോക്ക് CHC പദവി നഷ്ടമായ നടപടി പിന്നീട് സർക്കാർ റദ്ദു ചെയ്തുവെങ്കിലും പഴയ സിവിൽ സർജനെ തിരികെ കൊണ്ടുവരാൻ നടപടി ഉണ്ടായില്ല. സംസ്ഥാനത്ത് 64 പേർക്ക് സിവിൽ സർജന്മാരായി പ്രമോഷൻ നൽകി. ഇതിലൊരാളായ ഡോക്ടർ മിനി മോഹൻ ഉപ്പുതറയിൽ എത്തിയതോടെ ആശുപത്രിക്ക് ജീവശ്വാസം ലഭിച്ചു. നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് CHC പദവി താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുകയും അത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആ പദവി തിരിച്ചു കൊണ്ടുവരികയും ആ ഉത്തരവ് മരവിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ മെഡിക്കൽ ഓഫീസർ ചാർജ് എടുക്കുകയും മെഡിക്കൽ ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് കിടത്തി ചികിത്സ നമുക്ക് കുറച്ചു കാലമായിട്ടില്ലായിരുന്ന കിടത്തി ചികിത്സകൾ കൂടി ഇന്ന് പുനരാരംഭിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ വാർഡുകൾ ക്രമീകരിച്ചാണ് OPയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മികച്ച രീതിയിൽ സേവനം നൽകത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാത്രിയിൽ എല്ലാ ദിവസവും ഒരു ഡോക്ടർ സേവനം ഉറപ്പുവരുത്തിയാണ് IP ആരംഭിച്ചിരിക്കുന്നത് എന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി മോഹൻ ഇടുക്കി വിഷനോട് പറഞ്ഞു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.